ബിജോരം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവനിൽ നിന്നും സബ്സിഡി കൊടുത്തിരിക്കുന്ന 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത ഒരു കർഷകന്റെ 2.5 ഏക്കർ സ്ഥലം ഗുണ്ടായിസത്തിന്റെ പ്രകാരം ഇതിന്റെ മുതലാളിമാർ വന്ന് അത് വെട്ടി നശിപ്പിക്കുകയും ഈ ഓണത്തിന് വിൽക്കാനുള്ള വാഴക്കൊലകൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ട് ഇവിടെ നൂറുകണക്കിന് വാഴകൾ നശിപ്പിച്ചിട്ട് ഇവിടെ JCB ഉൾപ്പെടെ ഇട്ട് അത് അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ അനാവസ്ഥ. ഇതിന്റെ ഈ കർഷകന് നഷ്ടപരിഹാരം കൊടുക്കണം. ഈ 2 ഏക്കർ സ്ഥലം നടന്ന ആ മനുഷ്യൻ കഷ്ടപ്പെട്ടതിന്റെ തുക ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് JCB മാത്രമേ ഉള്ളൂ വന്നിരിക്കുന്നുള്ളൂ. ഇതൊരു കൊട്ടേഷൻ സംഘത്തിന്റെയാണ് ഈ വണ്ടി. ആ കൊട്ടേഷൻ സംഘത്തിന്റെ ഉത്തരവാദിത്വം ഈ മുതലാളിയെ വിളിച്ച് ഈ കർഷകന് തുല്യമായ ഈ ഓണത്തിന് ആ വാഴക്കൊലകൾക്ക് എത്ര രൂപ കിട്ടുമോ അതിന്റെ 2 ഏക്കറിന്റെ നാശനഷ്ടം ഇവിടെ കൊടുത്തിട്ടേ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് മാറും. അല്ലെ ഞങ്ങളെല്ലാം ഇന്ന് ഈ രാത്രി ഈ JCB കിടക്കും. അതിന് യാതൊരു സംശയമില്ല. ഇത് വളരെ മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയായി ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യനും ഒരു കർഷകനും ഇത് സഹിക്കത്തില്ല. ഇത്രയും വാഴകളും ഇത്രയും കപ്പയും നശിപ്പിച്ചിട്ട് 2.5 ഏക്കറിലെ കൃഷി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് മനുഷ്യത്വമുള്ള ആരെങ്കിലും കണ്ടു നിൽക്കുമോ? ഞാൻ 2026 വരെ പാട്ടത്തിനെടുത്തിരിക്കുന്ന ഭൂമിയാണ്. 2026 7-ാം മാസം വരെ എനിക്ക് എഗ്രിമെൻ്റ് ഉണ്ട്. കൃഷിഭവനിൽ ഞാൻ ഇത് ഇൻഷുറൻസിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇൻഷുറൻസ് ഉള്ള സ്ഥലമാണ്. സബ്സിഡി കിട്ടുന്ന കൃഷിയാണ്. ഇത് 2 പേര് തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിലുള്ള സ്ഥലമായിരുന്നു. ഒരാൾ പാർട്ട്ണർഷിപ്പ് വിട്ടു എന്നാണ് പറയുന്നത്. മറ്റേയാളാണ് ഈ ദുഷ്ടപ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ 1200 വാഴകളും 5000 ചൂട് കപ്പയുമാണ് ഇട്ടിരുന്നത്. ഇതിനകത്ത് 600ഓളം വാഴകളും കൊലച്ചതും കൊലയ്ക്കാത്തതുമായ 600ഓളം വാഴകളും 2000-ലധികം കപ്പയും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഒരു കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് മല്ലടിച്ച് മഴയും കാറ്റും വെയിലും തരണം ചെയ്താണ് ഒരു കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത്. വേനക്ക് 4 മാസം വെള്ളം അടിച്ചാണ്. 4 മാസം വെള്ളം പമ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 1,20,000 രൂപ ചിലവാണ്. പെട്രോള്, പണിക്കാശ് എല്ലാം കൂടെ 1,20,000 രൂപ ചിലവാണ്. വളം, മറ്റ് ചിലവുകളെല്ലാം കൂടി ഒരു 2 ലക്ഷം രൂപയോളം ചിലവുണ്ട്. മൊത്തം എനിക്ക് നഷ്ടം വന്നിരിക്കുന്നത് 5.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടായിട്ട് എതിർത്തോണ്ടാണ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്ന വണ്ടി ഇവിടെ പറഞ്ഞു വിടാൻ. എതിർത്താണ്. ഞാൻ രാവിലെ തിരുവനന്തപുരത്തിന് പോയിരിക്കുന്നു. തിരുവനന്തപുരത്തിന് പോയപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഓടി തിരിച്ചു വന്നത്. ഇവിടെ